മറ്റു വാർത്തകൾ കൂടി വിശദമായി നോക്കുമ്പോൾ പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ അവതാരകനോട് തട്ടിക്കയറി CPM നേതാക്കൾ. സ്പീക്കറെയും ആരോഗ്യവകുപ്പ് മന്ത്രിയെയും അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചുവെന്നാരോപിച്ചുകൊണ്ടാണ് CPMുകാർ അവതാരകനോട് ക്ഷുഭിതനാകുന്നത്. തന്റെ ഭാഷാശൈലി CPM പ്രവർത്തകർക്ക് മനസ്സിലായില്ലെന്നാണ് അവതാരകനായ അധ്യാപകന്റെ പ്രതികരണം. പത്തനംതിട്ട സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകൻ ബിനു കെ സാമായിരുന്നു നഗരസഭ നിർമ്മിച്ച ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിന്റെ അവതാരകൻ. നിയമസഭാ സ്പീക്കർ AN ഷംസീറിനെ ക്ഷണിക്കുമ്പോൾ അവതാരകന്റെ അതിരുവിട്ട അവതരണ ശൈലിയാണ് അണികളെയും നേതാക്കളെയും പ്രകോപിപ്പിച്ചത്. നമ്മുടെ നിയമസഭയെ നിയന്ത്രിക്കാൻ പാകത്തിൽ വളരെ കാര്യമായിട്ട് ഇടപെടുന്ന ആദരണീയനായ സ്പീക്കറെ, ഒറ്റ കാര്യം കൂടി, ഇന്നലെ ഞങ്ങൾ മനഃപൂർവ്വമായിട്ടാണ് ഈ പരിപാടി വെക്കാതിരുന്നത്. കാരണം ഇന്നലെ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ തള്ളിക്കളയും. പക്ഷേ ഇന്ന് കൃത്യമായിട്ട് ശ്രീ സക്കീർ ഹുസൈൻ ഫെബ്രുവരി 15 അറിഞ്ഞുകൊണ്ട് വെച്ചതാണ്. കാരണം ഇന്ന് വിശ്വസ്നേഹ ദിനമാണ്. അപ്പോൾ ഈ സ്നേഹം തലമുറകൾക്ക് കൈമാറാൻ വേണ്ടി ഇത് ഒരുക്കിയിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് വെച്ചതാണ്. സന്തോഷത്തോടുകൂടി ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. അടുത്ത പണി ആരോഗ്യമന്ത്രിക്കായിരുന്നു. ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിക്ക് വിഷമമുണ്ടാക്കുമെന്നായിരുന്നു അവതാരകന്റെ പ്രയോഗം. ഇന്ന് ഈ ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തതിൽ ഏറ്റവും വിഷമിക്കുന്ന ഒരാൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും ഞെട്ടണ്ട. കാരണം വേറൊന്നും കൊണ്ടുമല്ല, എന്തുകൊണ്ട് ഇത് 25 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്കും ഇവിടെ വന്ന് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഉദ്ദേശിച്ചാണോ അവതാരകന്റെ പരാമർശമെന്ന് വേദിയും സദസ്സും ഒരുപോലെ സംശയിച്ചു. ഏതായാലും ചടങ്ങ് പൂർത്തിയായ ഉടൻ തന്നെ അവതാരകൻ ബിനു കെ സാമിനെ CPMുകാർ താക്കീത് ചെയ്തു. തന്റെ ഭാഷാപ്രയോഗം പാർട്ടിക്കാർക്ക് മനസ്സിലായില്ലെന്നും നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചുവെന്നുമാണ് അവതാരകന്റെ വിശദീകരണം. ഇതിന് ശേഷം എന്നെ പലരും വിളിച്ചു, പാർട്ടിയിലെ പല പ്രവർത്തകരും അല്ല എൻ്റെ സൗഹൃദത്തിൽപ്പെട്ടവരൊക്കെ വിളിച്ചു. നിങ്ങൾ ഒരു ഇരയായി തീർന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിച്ചു എന്നുള്ളതല്ല. മറിച്ച് CPMൻ്റെ ഒരു പരിപാടിക്ക് കോൺഗ്രസ്സുകാരനായ ബിനു കെ സാമിനെ വിളിച്ച് ഈ പരിപാടി ചെയ്യേണ്ട കാര്യമില്ല, അവരെ ആക്ഷേപിക്കാൻ വേണ്ടി ആയിരിക്കും എന്നെ വിളിച്ചത്. അത് അങ്ങനെ തോന്നിയത് കൊണ്ടല്ല, ചില വാചകത്തിൽ അവരങ്ങനെ വായിച്ചെടുത്തതാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ശശിനാരായണൻ നമുക്കിപ്പം ചേരുന്നുണ്ട്. ശശിനാരായണൻ, തന്നെ മർദ്ദിച്ചു എന്നും മറ്റുമാണ് ആദ്യഘട്ടത്തിൽ ഈ അധ്യാപകൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണ്? ഇത് സംബന്ധിച്ച് CPMന്റെ വിശദീകരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് പത്തനംതിട്ട ടൗൺ സ്ക്വയർ പുതിയതായി നിർമ്മിച്ച പത്തനംതിട്ട നഗരസഭ നിർമ്മിച്ച ടൗൺ സ്ക്വയർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ സ്പീക്കറും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ അവതാരകനായ ബിനു കെ സാം എന്ന അധ്യാപകനാണ് അവതാരകനായത്. അദ്ദേഹത്തെ ക്ഷണിച്ചത് ഈ നഗരസഭാ ചെയർമാൻ തന്നെയാണ് ക്ഷണിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന് ഈ മന്ത്രിയെയും അതുപോലെ തന്നെ സ്പീക്കറെയും ക്ഷണിച്ച ശൈലിയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്. അത് പാർട്ടി പ്രവർത്തകരെയും ഒപ്പം നേതാക്കന്മാരെയും ചൊടിപ്പിക്കുകയും ചെയ്തു. മന്ത്രിയെയും അതുപോലെ തന്നെ സ്പീക്കറെയും വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അത് വലിയ വിമർശനത്തിനിടയാക്കി. ആ വിമർശനത്തിന്റെ ഭാഗമായി ബിനു കെ സാമിനെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പാർട്ടി ഏരിയ സെക്രട്ടറി സഞ്ജു അടക്കമുള്ള ആളുകൾ താക്കീത് ചെയ്തു വിട്ടു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതേസമയം ബിനു കെ സാം പറയുന്നത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഞ്ജു മർദ്ദിച്ചു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ പാർട്ടിയുടെ നടപടിക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നില്ല. പക്ഷെ പരാതി നൽകിയാലും CPMന്റെ ഒരു സ്വാധീനമുള്ള കാലത്തോളം തനിക്കെതിരെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാവില്ല. അത് താൻ പരാതി കൊടുത്താലും തനിക്കത് തന്നെ പരാതിയുമായി ബന്ധപ്പെട്ട് തനിക്ക് സംരക്ഷണം കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് താൻ പരാതി കൊടുക്കാത്തത്. പക്ഷെ തന്നെ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും മർദ്ദിച്ചു എന്നുള്ള ആരോപണം തന്നെയാണ് ബിനു കെ സാം നിൽക്കുന്നത്. അതേസമയം പാർട്ടി ഏരിയ സെക്രട്ടറി സഞ്ജു വ്യക്തമാക്കിയിട്ടുള്ളത് ഇതെല്ലാം വിവാദമായ സാഹചര്യത്തിലാണ് പറഞ്ഞത്. എന്തായാലും ഇത്തരം ഒരു പരാമർശം മന്ത്രിയെയും അതുപോലെ തന്നെ സ്പീക്കറെയും വേദിയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശൈലിയിൽ ചില ഭാഷാ പ്രയോഗങ്ങൾ അത് പാർട്ടിക്കും പ്രവർത്തകർക്കിടയിൽ വിമർശനത്തിന് കാരണമായി അത് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു എന്നുള്ളതാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഞ്ജു വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ഒരു വിവാദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പരാതി ഇതുവരെ ഈ അധ്യാപകനായ ഈ പരിപാടിയുടെ അവതാരനായ അധ്യാപകൻ ബിനു കെ സാം പരാതി നൽകിയിട്ടില്ല. അതാണ് സാഹചര്യം. എന്തായാലും പത്തനംതിട്ടയിൽ ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് അവതാരകന്റെ വാക്കുകൾ വിവാദമാവുകയും ഒടുവിൽ അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് CPM പ്രവർത്തകർ വരികയും ചെയ്തത്. ഇന്നലെയായിരുന്നു സംഭവം. ഈ വേദിയിൽ പത്തനംതിട്ടക്കാരല്ലാത്ത ഒരേ ഒരാൾ നമ്മുടെ ആദരണീയനായ സ്പീക്കർ ശ്രീ AN ഷംസീറാണ്. പക്ഷേ അങ്ങ് തലശ്ശേരിയിലെ ദം ബിരിയാണി ഞങ്ങൾക്ക് ഇവിടെ പലയിടത്തും
ഒരു ഓട്ടത്തിലാണെന്നും അറിയാം. പക്ഷേ ഏറെ സന്തോഷമുണ്ട് അങ്ങയുടെ ഈ സാന്നിധ്യത്തിൽ. തികച്ചും ഇന്ന് ഈ ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തതിൽ ഏറ്റവും വിഷമിക്കുന്ന ഒരാൾ നമ്മുടെ ആരോഗ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും ഞെട്ടണ്ട. കാരണം വേറൊന്നുകൊണ്ടുമല്ല, എന്തുകൊണ്ട് ഇത് 25 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്കും ഇവിടെ വന്ന് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്.